Food is not just taste, it's memories, identity and emotion. ഒരു ഷെഫ് എന്നതിലുപരി അഡ്ലേഡിൽ ഒരുപാട് പേരുടെ സ്നേഹവും ബഹുമാനവും നേടിയൊരു വ്യക്തി. Today we are joined by the man behind the Curry and Hurry, the restaurant that has become a go-to spot for authentic Kerala food, especially among the Indian and Malayali communities. Bye Cheta, welcome to the podcast. Hi. Hi. First of all, thank you for your time. Pleasure. Okay. അപ്പം ബൈജേട്ട ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ബൈജേട്ടൻ എനിക്ക് ഉത്തരം തരണം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്: ആരാണ് ബൈജു ചേട്ടൻ? രണ്ടാമത്തെ ചോദ്യം, ബൈജു ചേട്ടൻ ചെറുപ്പം തൊട്ടേ ഒരു ഷെഫ് ആവണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? മൂന്നാമത്തെ ചോദ്യം, എങ്ങനെ ഓസ്ട്രേലിയ ചോദിക്കൂ, എന്നല്ലേ ഫ്ലോ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അത് മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനൊരു കാരണം ആയത്? എന്താണ് കാരണമായത്, അതും സൗത്ത് ഓസ്ട്രേലിയ? ഓക്കെ, ആരാണ് ബൈച്ചേട്ടൻ? ബൈച്ചേട്ടൻ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു ഹമ്പിൾ. പിന്നെ ഷെഫാണെന്ന് വിചാരിച്ച് ഷെഫായതൊന്നുമല്ല. ഐ എം എ ബയോമെഡിക്കൽ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. പിന്നെ കാരണം നമ്മുടെ ഒന്നും വീട്ടിലാരും ഷെഫാകാൻ വേണ്ടി ആരും ആഗ്രഹിക്കത്തില്ല, എസ്പെഷ്യലി പേരൻസോ അല്ലെങ്കിൽ എൽഡർ ബ്രദറോ സിസ്റ്ററോ അവരുടെ ഒരു ചോയ്സ് ആയിരിക്കത്തില്ലായിരിക്കും. എനിവേ, ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ ഫുഡിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു. ആ ഫുഡിന് ഇഷ്ടം കണ്ടെത്തിയതും എൻ്റെ ബ്രദർ തന്നെയാണ്, ബിക്കോസ് ഈസ് എ ഫുഡി. സോ അങ്ങനെയാണ് ഞാനൊരു ഈ ഫീൽഡിലേക്ക് എത്തിയതും. ഞാൻ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയതും. സ്റ്റാർട്ടഡ് വിത്ത് എ റെസ്റ്റോറൻറ്റ് ഇൻ 2013. Then from then the life goes on. ഇപ്പം 2013-ലാണോ അപ്പം ചേട്ടൻ ഓസ്ട്രേലിയയിലേക്ക്? അല്ല, 2011 എൻഡ് ഓഫ് 11-ലാണ് എന്നോട് വന്നത്. പക്ഷേ ഇറ്റ് ടുക്ക് 1 year, ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് സ്റ്റഡി അബൌട്ട് ദ മാർക്കറ്റ്. ബട്ട് പാഷൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അധികം സ്റ്റഡിയൊന്നും അതിനെക്കുറിച്ച് ചെയ്തില്ല. അതിൻ്റെ ഒരു ചലഞ്ചസും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ ഈ കറി ആൻഡ് ഹറി എന്നായിരുന്നു? അല്ലല്ല, വി സ്റ്റാർട്ടഡ് വിത്ത് എ ബ്രാൻഡ് കോൾഡ് സമ്രാട്ട് ഇന്ത്യൻ ക്യൂസിൻ, സ്റ്റിൽ എക്സിസ്റ്റിംഗ്. ഓക്കെ. അപ്പം ഇപ്പം ചാലഞ്ചസ് എന്ന് പറഞ്ഞു. അപ്പം ഇനി എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എന്തായിരുന്നു ഒരു ചാലഞ്ച് ബിഗിനിങ് ഫേസിൽ? എന്തെങ്കിലും ഉറപ്പായിട്ടും ചാലഞ്ചസ് കാണും. വെളിയിലൊരു രാജ്യത്ത് വന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ ഫുഡ്, എന്തായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു ചാലഞ്ച്? ഇനീഷ്യൽ സ്റ്റേജിലെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അത്രയും വെൽ എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു ഫ്രം ദി ബാക്ക്. ഈ ഒരു ഫീൽഡോ അല്ലെങ്കിൽ ഓക്കെ ബിസിനസ് ഒക്കെ ഓൾറെഡി മൈൻഡിലുണ്ട്, അല്ലെങ്കിൽ എന്നാ ബ്ലഡിലുണ്ടാവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നാ പറഞ്ഞത്. പക്ഷേ ഈ ഫുഡ് ഇൻഡസ്ട്രി ഇറ്റ് വാസ് എ ന്യൂ തിങ് ഫോർ അസ്. അപ്പോൾ അതിനകത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഗെറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ ടു വർക്ക് ബിഹൈൻഡ് ദ കിച്ചൺ. പിന്നെ കമ്മ്യൂണിറ്റി, അന്നത്തെ കാലത്ത് കമ്മ്യൂണിറ്റി ഒന്നും അത്ര ഔട്ട് ഗോയിങ് അങ്ങനെ ഒരു ആളില്ലായിരുന്നു. മലയാളി കമ്മ്യൂണിറ്റി തന്നെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മൾ തന്നെ അത് മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് പീപ്പിളായിരുന്നു. അവരായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ സൗത്ത് ഓസ്ട്രേലിയയുടെ ഒരു ഞാൻ കണ്ടിടത്തോളം കാലം വിത്ത് മൈ എക്സ്പീരിയൻസ് കണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിഗിനേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ആണ്. എന്ത് തുടങ്ങണമെങ്കിലും അല്ല, ബിഗിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ വരുന്നവർ ഒന്നില്ലെങ്കിൽ റീജിയണൽ സ്പോൺസർഷിപ്പ് ആയിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പല പല സെഗ്മെൻറ്റിൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ബീയിങ് എ മലയാളി എന്നാ പറയുന്നത് സ്പെൻഡിങ് ലെവല് കുറവാണ്. കൂടുതലല്ല, ഇന്നത്തെ സമയമല്ല, അന്ന് ഐ എം ടോക്കിംഗ് അബൌട്ട് 10 കൊല്ലം മുമ്പ്. അപ്പം എന്നാ പറഞ്ഞാൽ അത് അവരുടെ സ്പെൻഡിങ് ലെവൽ കുറവാണ്. ദേ ഓൾവേസ് കൺവേർട്ട് ദ മണി ഡോളർ ടു ഇന്ത്യൻ റുപ്പീസ്. അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് മൈറ്റ് ബി എക്സ്പെൻസീവ് ഫോർ ദം. ബട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്പെൻഡിങ് ലെവലൊക്കെ അവരുടെ വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചേട്ടൻ ഇതുപോലെ തുടക്ക സമയത്ത് ഇത് വേണ്ടായിരുന്നു എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പല സമയങ്ങളും ഞാൻ ചിന്തിച്ചു ഇത് വേണമായിരുന്നു, ഇറ്റ് വാസ് നോട്ട് എ റൈറ്റ് ചോയ്സ്, അതൊരു കറക്റ്റ് ഡിസിഷൻ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ തോൽവി സമ്മതിക്കാൻ പാടില്ലല്ലോ. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഫാമിലി സപ്പോർട്ട് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ദെയർ ഇൻ ദി ബിഗിനിങ്. പക്ഷേ ഇതിനകത്ത് വേറൊരു ഡ്രോബാക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇൻഡസ്ട്രി ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫാമിലി ലൈഫ് വളരെ ലിമിറ്റഡ് ആയിട്ട് വരും. ബിക്കോസ്
വി ഓൾവേസ് അവൈലബിൾ ആയിരിക്കും, അവൈലബിൾ ഫോർ ദ പബ്ലിക്. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്കും വീക്കെൻഡാണ് സംതിങ് ബിഗ്. ആ വീക്കെൻഡ് ഒന്നും നമുക്കില്ല. ഒരു എന്ത് പ്രോഗ്രാം വന്നാലും, ഒരു ബർത്ത്ഡേ പാർട്ടിയോ എന്ത് വന്നാലും, ഒരു അസോസിയേഷൻ പ്രോഗ്രാം വന്നാൽ പോലും യു വോണ്ട് സീ മീ. ഞാൻ ഈ കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുമ്പ് കമ്മയുടെ പ്രോഗ്രാമിലൊക്കെ വീണ്ടും പോയി തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള സാക്രിഫൈസസ് ഒക്കെ ഉണ്ട്. അത് അപ്പം അത് ഇവഞ്ച്വലി ഫാമിലീനെ അഫക്റ്റ് ചെയ്യും, ടു ബി ഓണസ്റ്റ്. ചേട്ടൻ അപ്പോൾ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ ഞാൻ നോക്കിയായിരുന്നു, ആ ഏരിയയിൽ നോക്കിയായിരുന്നു, അറ്റൻഡഡ് ഫ്യൂ ഇൻ്റർവ്യൂസ് ആൻഡ് തിങ്സ്. ബട്ട് ഇതിൻ്റെ ഒരു സൗത്ത് ഓസ്ട്രേലിയയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ഹോസ്പിറ്റൽസും ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസും ഉള്ളു. അപ്പം ഞാൻ അന്ന് നോക്കിയപ്പോഴത്തേക്കും ഫ്ലിൻഡേഴ്സിലെ ബയോമെഡിക്കൽ 50 പീപ്പിൾ പഠിക്കുന്നതാണ്, 50 പീപ്പിൾ പഠിച്ചിറങ്ങുന്നുണ്ട് എവറി ഇയർ. അപ്പം റമി തന്നെ ചിന്തിച്ച് നോക്കി ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി എത്രമാത്രം ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം അത് ബെറ്റർ ലിമിറ്റഡ് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡ്രോബാക്കും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രേറ്റ് കവർ ചെയ്യാൻ പറ്റും. ഒരു എഞ്ചിനീയർക്ക് ഇൻഡസ്ട്രേറ്റ് കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നാ പറയുക, അഡിലേഡ് ടു മെൽബൺ ടു അഡിലേഡോ അല്ലെങ്കിൽ സിഡ്നി ടു അഡിലേഡോ കണക്ടിവിറ്റി ഇത്രയും 1 or 2 hours ഉള്ളതുകൊണ്ട് ഇവിടെ അവർക്കൊരു റെസിഡൻറ്റ് എഞ്ചിനീയറിൻ്റെ ഒന്നും ഞാൻ അന്ന് അത്ര ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് ലിമിറ്റഡ് ഫോർ മീ, വെരി ലിമിറ്റഡ്. അങ്ങനെയാണ് ഞാൻ പിന്നെ വേറൊരു ഫീൽഡിലേക്ക് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2013 ഓക്കെ റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്ക് ബിസിനസ് എന്ന രീതിയിൽ തിങ്ക് ചെയ്തു. നമുക്കൊരു മലയാളി ഷെഫ് ഉണ്ടായിരുന്നു അന്ന്. ആ ഷെഫിനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഹി വാസ് വർക്കിംഗ് ഇൻ ദുബായ് ആൻഡ് ഹി വാസ് വർക്കിംഗ് ഇൻ അഡ്ലേഡ് ആസ് വെൽ ഫോർ എ വൈൽ. സോ വി സ്റ്റാർട്ടഡ് ദ ബിസിനസ്. അപ്പോൾ ചേട്ടൻ ഇനീഷ്യലി തുടങ്ങിയപ്പോൾ ഒരു ഷെഫായിട്ടല്ല? ഇല്ല. ദെൻ ലേൺ കുക്കിംഗ്. ദെൻ ഇവിടെ ഞാൻ കോഴ്സ് എടുത്തു, അത് പഠിച്ചു. ആൻഡ് ഐ ലേൺ ഫ്രം മൈ ഓൺ കിച്ചൺ. പിന്നെ ഓക്കെ, എൻ്റെ ഒരു പാഷൻ ഉള്ളിൽ കിടക്കുന്നതും ഫുഡിനോടുള്ള ഒരു ക്രേസി അല്ലെങ്കിൽ ആ ക്രേസിനെസ്സോ അതിനെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നോ തുടക്കത്തിൽ ആ ഒരു കേരള ഫുഡിന്റെ? കേരള ഫുഡ് ഞാൻ കേരള ഫുഡിൽ ഇന്ത്യൻ ഫുഡ് തന്നെ. I worked as a biomedical engineer in service field. So I traveled all over India. എനിക്ക് എവിടുത്തെ ഫുഡും ഞാൻ ഇഷ്ടംപോലെ കഴിച്ച് എനിക്ക് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ, ഓരോരുത്തരുടെ സ്പെഷ്യാലിറ്റീസും ഓരോ സ്റ്റേറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസും, എസ്പെഷ്യലി കേരള ഫുഡ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം എന്നാ പറഞ്ഞത് അതും ഞാൻ പല എന്നാ പറഞ്ഞ റീജിയനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ടേസ്റ്റാണ്. അപ്പം കോട്ടയംകാരുടെ ടേസ്റ്റ് അല്ല മലബാറിൻ്റെ ടേസ്റ്റ്. അപ്പം അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലാവുന്ന ആ ഒരു വ്യത്യാസം. ഇനിയിപ്പോൾ നാളെ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചാൽ പോലും ഐ ക്യാൻ ഈസിലി റീഡ് ദർ മൈൻഡ് എങ്ങനത്തെ ടൈപ്പ് ഫുഡാണ് അവർക്ക്. അപ്പോൾ ആ ഒരു ഡിഫിക്കൽറ്റി ശരിക്കും ഇല്ലായിരുന്നു? അതോ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ പോയി. എങ്ങനെയാണ് സാമ്രാട്ട് ആണ് ചേട്ടൻ്റെ തുടക്കം എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം കറിയാൻ ഹറി, എന്തായിരുന്നു കറിയാൻ ഹറിയുടെ തുടക്കം? കറിയാൻ ഹറി ആ പേര് തന്നെ ഒരു ഡ്രൈവ് ത്രൂ കൺസെപ്റ്റിലേക്ക് വന്നൊരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പേര്. ഇറ്റ് ഡസൻ മീൻ ടു എ മലയാളി ഫുഡ് അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു ഏരിയ ആയിട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഏരിയ മീൻസ് പർട്ടിക്കുലർ നോർത്ത് ഇന്ത്യൻ ഫുഡായിട്ടൊന്നും അല്ല നമ്മൾ മീൻസ് കറിയൻ ഇൻ ഹറി. ഓക്കെ. സോ ആ ഒരു ഡ്രൈവ് ത്രൂവിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ ഒരു പേര് നമ്മൾ ഇട്ടതും അതൊരു ബ്രാൻഡാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ അഡലേഡ് മാത്രമേ ഉള്ളൂ നമുക്ക്. വി ഗോട്ട് 3 outlets in Adelaide. അപ്പോൾ ചേട്ടൻ തുടങ്ങിയ സമയത്ത് ചേട്ടൻ്റെ വിഷൻ എന്ന് പറയുന്ന ഡ്രൈവ് ത്രൂ ആയിരുന്നു കംപ്ലീറ്റ്ലി. അപ്പം കാരണം ഓസ്ട്രേലിയയിൽ തന്നെ ഒരു ഡ്രൈവ് ത്രൂ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇല്ല. എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ? നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഉണ്ടല്ലോ. നമുക്ക് തന്നെ പറഞ്ഞാൽ എല്ലാ കറികളും എല്ലാ ഫുഡും നമുക്ക് ആ ഒരു ഡ്രൈവ് ത്രൂ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ബട്ട് ദർ ആർ ഫ്യൂ തിങ്സ് വിച്ച് വി ക്യാൻ ഡു. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ കോട്ടയംകാരുടെ ടേസ്റ്റ് അല്ല മലബാറുകാരുടെ ടേസ്റ്റ്. ഇപ്പോൾ ഈ അഡ്ലേഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തു നിന്നുള്ള മലയാളികളുണ്ട്. അപ്പോൾ ഇനീഷ്യലി ചേട്ടൻ ഈ കറിയാൻ ഹറി, ഞാൻ കറിയാൻ ഹറി വെച്ച് തന്നെ പറയാം. കറിയാൻ ഹറി തുടങ്ങിയ സമയത്ത്
പല മലയാളികളും വരുന്ന ചേട്ടൻ്റെ ഫുഡുകൾ കഴിക്കുമല്ലോ. അപ്പം അതിലെന്തെങ്കിലും ഒരു ഫീഡ്ബാക്കോ റിയാക്ഷനോ ഉണ്ടായിരുന്നോ? അതായത് ഇതിന് എരി കൂടിപ്പോയി, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്കോ ഒരു റിയാക്ഷനോ ചേട്ടന് കിട്ടിയിട്ടുണ്ടോ? എരിവ് എന്ന് പറയുന്ന സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ന്യൂ കമേഴ്സിന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 5-10 വർഷം കഴിഞ്ഞിറക്കുന്ന എരിവൊന്നും ഒരു ഘടകമല്ല. കാരണം അവരുടെ സ്പൈസ് ലെവലൊക്കെ എന്നാ പറഞ്ഞാൽ താഴോട്ട് പോയിട്ടുണ്ട്. ഈ ന്യൂ കമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ എന്നാ പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ പോലുള്ള ജസ്റ്റ് വന്നിരിക്കുന്നവരൊക്കെയാണ് ആ നാട്ടിലെ അതേ ഒരു സംഭവം പഠിച്ചിരിക്കുന്നത്. കാരണം വെൻ യു ഗോട്ട് എ ഫാമിലി, കിഡ്സ് ഉണ്ടാവും. അപ്പം ഈ ഫാമിലീസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ കിഡ്സിൻ്റെ സ്പൈസ് ലെവൽ അനുസരിച്ച് അവർ ഓട്ടോമാറ്റിക്കലി അവർ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ആകുമ്പോഴത്തേ അവർക്കത് അത്രയും സ്പൈസ് കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം എരിവൊന്നൊരു എരിവല്ല ഘടകം. ചേട്ടൻ ഇങ്ങനെ ഒരു തോന്നലുണ്ട്, അതായത് നമ്മുടെ ഇവിടുത്തെ ഫുഡ് നമ്മുടെ നാടുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, ആ ഒരു കണക്ഷൻ ആൾക്കാരിലേക്ക് വരുത്തിക്കും എന്നൊരു തോട്ട് ചേട്ടന് ഉണ്ടോ? അത് തന്നെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ എന്ത് മിസ് ചെയ്യുന്നു ബാക്ക് ഇൻ കേരള, ദാറ്റ്സ് വാട്ട് വി ട്രൈങ് ടു ബ്രിങ് ഇറ്റ് ഓവർ ഹിയർ. കാരണം നമ്മൾ എന്തുമാത്രം എനിക്കത് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് ഐ ഡോണ്ട് നോ, ബട്ട് സ്റ്റിൽ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു ഡു ഇറ്റ്. ഞാൻ ആദ്യം നെഗറ്റീവ് കമൻറ്റിനെ പറ്റി ചോദിച്ചു. ഇനിയിപ്പം ഞാനൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഒരു റെസ്പോൺസ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്നോട് പലരും എന്നാ പറയുക, കറിയാൻ ഹറി ഞാൻ സൗത്ത് ഇന്ത്യൻ ഒരു സെഗ്മെൻറ്റ് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്പോൾ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അതർ ബ്രാഞ്ചസിലൊന്നും നമുക്ക് എന്നാ പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. ഇവിടെ എന്നാ പറഞ്ഞത് അന്നേരം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇല്ല, ഒരു കേരള ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഇല്ല. നമുക്കൊരു ഫാമിലി വന്നു കഴിഞ്ഞാൽ, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് വെളിയിൽ കൊണ്ടുപോകാനോ അവർ ഡൈൻ ചെയ്യാനുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്പേസ് നമുക്കില്ല. ശരിക്കും നമുക്കില്ല, അതാണ് സത്യം. ബിക്കോസ് ഐ ബീൻ 13 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലും 2011 മുതൽ അഡ്ലേഡിലുള്ളതാണ്. അപ്പം എന്തുമാത്രം സ്പോട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. എനിക്ക് കേട്ടറിവാണോ എന്ന് എനിക്കറിയില്ല. ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അത് പക്ഷേ ഇപ്പം ഇല്ല. മലബാർ ഹൗസ് അങ്ങനെ എനിക്കത് അറിയില്ല, ഞാൻ ഇങ്ങനെ പലരും വഴി കേട്ടൊരു അത് ഞാനത് 2015 and 16 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. വി ക്ലോസ് ഡൗൺ കോവിഡ് ടൈമിൽ അത് ക്ലോസ് ഡൗൺ ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ അതുണ്ടായിരുന്നപ്പോൾ ആൾക്കാർക്ക് ഒരു ഗോ ടു പ്ലേസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് എ ഗുഡ് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. എന്നാ പറഞ്ഞത് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷെ അതില്ലാതെ വന്നപ്പോഴത്തേക്കും പിന്നീട് കുറേ കഴിയുമ്പോഴത്തേക്കും അറിയാനറി ആൾക്കാർ വീണ്ടും സ്റ്റിൽ കണ്ടു പിടിച്ചു അങ്ങനെ മുമ്പത്തേക്കും പറഞ്ഞു മലബാർ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് ബിക്കോസ് മൈ ലുക്ക് ഓൾസോ ഗോട്ട് ചേഞ്ച്ഡ് ആൻഡ് പീപ്പിൾ റിയലി ഡോണ്ട് റെക്കഗ്നൈസ് മീ ഓൾ ഓഫ് എ സഡൻ. സോ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായപ്പോഴത്തേക്കും എന്നാ പറയുന്നത് ആൾക്കാരത് മിസ് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ഗോ ടു സ്പോട്ട് ഒരു ഡൈൻ ചെയ്യാൻ വേണ്ടി വെളിയിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി എന്നാ അറിയാം മലയാളികൾ, നമ്മൾ ഇന്ത്യൻസ് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഗസ്റ്റോ ഫാമിലീസ് വരുമ്പോഴാണ് നമ്മൾ വെളിയിൽ പോകുന്നതും ഡൈൻ ചെയ്യുന്നു കൂടുതലും. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഫാമിലി മെമ്പർ ഇവിടെ വന്ന സമയത്ത്, അവർ നാട്ടിൽ നിന്ന് വന്നിറങ്ങിയ സമയത്ത് ആദ്യം ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടാക്കുന്നതിന് മുന്നേ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് അറിയാൻ അറിയില്ല കേട്ടോ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾക്ക് എന്താ കഴിക്കണ്ടേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു നമുക്ക് ബിരിയാണി കഴിക്കാം, നമുക്ക് കറിയാൻ ഹറി പോവാം. അങ്ങനെ ഞാൻ നേരിട്ട് കൊണ്ടുവന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് കറിയാൻ ഹറിയാം. അപ്പം ചേട്ടൻ്റെ ഒരു നോർമൽ ഡേ ആസ് എ റെസ്റ്റോറൻറ്റ് ഓണർ എങ്ങനെയാ? ഇതുപോലെ രാവിലെ എണീക്കുക, എന്തൊക്കെയാണ് ചേട്ടൻ്റെ ഒരു നോർമൽ ഡേ ലുക്സ് ലൈക്ക്? ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് വി ഗോട്ട് സ്റ്റാഫ് എല്ലാം റോസ്റ്റഡ് ആണ് ഓൾറെഡി. അപ്പം അവരുടെ ടു ഡു ലിസ്റ്റുകളുണ്ട്, എല്ലാം ഇറ്റ്സ് ഓൾ പ്ലേസ്ഡ് ഇൻ ദ കിച്ചൺ വെരി വെൽ. പിന്നെ ഞാൻ ചില പർട്ടിക്കുലർ തിങ്സ് ഞാൻ തന്നെ ഉണ്ടാക്കേണ്ട സംഭവം ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴും. അതിനകത്ത് കോംപ്രമൈസ് ഒന്നും ചെയ്യാറില്ല. ചേട്ടൻ്റെ സിഗ്നേച്ചർ ഫുഡ് ഏതാ? എല്ലാം ത്രൂ എൻ്റെ ഒരു സിഗ്നേച്ചർ ഞാൻ വെച്ചിട്ടുണ്ട്. കറിയാൻ ഹറിയുടെ ഒരു റെസിപ്പി ഒരു സ്റ്റാൻഡേർഡ് റെസിപ്പി ആയിട്ട് ഓൾ ഓവർ 3 ലൊക്കേഷൻസ് നമ്മൾ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ സൗത്ത് ഇന്ത്യൻ ചെയ്യുന്നതുകൊണ്ട് ആ മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കും യു വോണ്ട് ഗെറ്റ് ദ സെയിം തിങ്. അപ്പം നിങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമല്ലോ. ഉറപ്പായിട്ടും ചേട്ടൻ്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം ചില സമയത്ത് ചേട്ടനാണോ കുക്ക് ചെയ്തത് എന്ന് നേരത്തെ നമ്മൾ ചോദിച്ചറിയും. അവിടെ ഇന്ന് ചേട്ടനാണോ ബിരിയാണി ഉണ്ടാക്കി, ഓക്കെ നമ്മളിതാ വരുന്നു. ഓക്കെ, ഇപ്പോഴും ചേട്ടൻ വീട്ടിൽ അതായത് വീട്ടിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, ബൾക്കായിട്ട് ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുന്നു, തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ചേട്ടൻ ഇവിടെ ഉണ്ടാക്കി, അതായത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഹോട്ടലിൽ വന്ന് ട്രൈ ചെയ്യുമോ അതോ പേഴ്സണലി കുക്ക് ചെയ്യുന്നില്ല? കംപ്ലീറ്റ്ലി കുക്ക് ചെയ്യാറില്ല. കാരണം ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ പിന്നെ ഞാൻ വീട്ടിൽ കുക്ക് ചെയ്തിട്ടേ ഇല്ല.
വെരി റെയർലി എന്തെങ്കിലുമൊക്കെ സാഹചര്യവശാൽ ഉണ്ടാക്കേണ്ടി വന്നാൽ ഉണ്ടാക്കി എന്നല്ലാതെ ഞാൻ കുക്ക് ചെയ്യാറില്ല. ഇപ്പൊ ചേട്ടന് I do get an excuse that I always cook in the restaurant, in the kitchen, so let me. വീട്ടിൽ വരുമ്പോ ഞാൻ ജില്ലാന്നൊക്കെ. അപ്പം വീട്ടിൽ ഇതുപോലെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പം എല്ലാരെയും നേരെ കടയിലേക്ക് കൊണ്ടുപോകണം. കടയിലേക്ക് കൊണ്ടുപോകാൻ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടേക്ക് ഔട്ട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡ് എല്ലാവരും കഴിച്ചാണല്ലോ, വീട്ടിലുള്ളവർ അവരുടെ കൈപ്പണ്ണി നോക്കുന്നല്ല നല്ലത്. ഓക്കെ. ഇപ്പം ചേട്ടൻ ഓസ്ട്രേലിയയിൽ ഒരു ഫുഡ് സെക്ടർ റൺ ചെയ്യാൻ അതിന് കുറേ ചാലഞ്ചസ് ഉണ്ട്, കുറേ കടമകൾ കടക്കാനുണ്ട്. അപ്പം അതെന്തൊക്കെയായിരുന്നു തുടക്കത്തിൽ ചേട്ടൻ ഫേസ് ചെയ്തത്? തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പം ലേബർ കുറച്ചുകൂടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അന്നത്തെ സമയത്ത് ലേബർ ഷോർട്ടേജ് ഭയങ്കരമായിരുന്നു. തുടങ്ങിയ സമയത്ത് നമുക്ക് വി ഡോണ്ട് ഗെറ്റ് റൈറ്റ് പീപ്പിൾ തിങ്സ്. എസ്പെഷ്യലി നമുക്കൊരു സൗത്ത് ഇന്ത്യൻ ഫുഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ഈസി. ഓക്കെ. അപ്പം എന്താണ് ആൾക്കാർ, ഒബ്വിയസ്ലി ആർക്കും ബിഹൈൻഡ് ദ സീൻ അറിയത്തില്ല. ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ്, എല്ലാവരും വന്ന ആ ഒരു ഫൈനൽ സ്റ്റേജേ കാണുന്നുള്ളൂ. എന്തൊക്കെയായിരുന്നു ചേട്ടന് ബിഹൈൻഡ് ദ സീനിൽ ചെയ്യേണ്ടി വന്നിരുന്നത്? അതിൽ ചേട്ടന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നത് ഒറ്റയ്ക്കായിരുന്നോ? പിന്നെ ഈ പറഞ്ഞ പോലെ അഡ്വൈസ് നമുക്ക് തരണം, ഇതൊരു പുതിയ ഏരിയ ആണ്, ചേട്ടൻ ട്രൈ ചെയ്യാത്തൊരു ഏരിയ ആണ്, അപ്പം അങ്ങനെ വന്നപ്പം ഒരു ഹോട്ടൽ തുടങ്ങാനും അങ്ങനെ ഒരു അഡ്വൈസ് ആൾക്കാർ തന്നിട്ടുണ്ടോ? അങ്ങനെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടോ? ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പിൽ ഓഫ് കോഴ്സ് ഷെഫ് ഉണ്ടായിരുന്നു. നമുക്ക് അതൊരു എസ്റ്റാബ്ലിഷ്ഡ് കിച്ചണായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്കും ഒരു കിച്ചൺ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രഗിളൊന്നും ഞാൻ അതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു പ്രോപ്പർ ഷെഫ്, ഒരു പ്രോപ്പർ മെനു, ഒരു പ്രോപ്പർ റെസിപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ വെൻ ഐ സ്റ്റാർട്ടഡ് കറി ആൻഡ് ഹറി, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സംഭവത്തിലും ചെയ്തപ്പോഴും ഐ സ്റ്റാർട്ടഡ് ഫ്രം ദ സ്ക്രാച്ച്. കാരണം ഇപ്പം ഈ പ്രോസ്പെക്റ്റിലെ ഒരു സ്റ്റോറാണെങ്കിൽ പോലും യൂസ് ടു ബി എ സബ്വേ ബിഫോർ. സബ്വേ ആയിരുന്നു. യെസ്. അപ്പം ആ സബ്വേയിൽ ഉണ്ടാക്കേണ്ട അല്ല നമ്മുടെ കിച്ചൺ. നമ്മുടെ കിച്ചൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കുക്കിംഗ് റേഞ്ച്, കുക്കിങ്ങും ബൾക്ക് കുക്കിങ്ങും അങ്ങനെയുള്ള പല സംഭവം പറയുമ്പോഴത്തേക്കും കിച്ചൺ അതനുസരിച്ച് മോഡിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. ചേട്ടാ, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഡ്രൈവ് ത്രൂ എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് മനസ്സിലേക്ക് ഹംഗ്രി ജാക്സ്, മെക്ഡി അങ്ങനത്തെ ഒക്കെ കടകളാണ് മനസ്സിലേക്ക് വരിക. അപ്പം നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഒരു ഡ്രൈവ് ത്രൂ എന്ന് ചേട്ടൻ ഒരു ഐഡിയ പിച്ച് ചെയ്യുമ്പം ആരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു? അതിന് നെഗറ്റീവ്സ് ആയിരുന്നോ, അതോ ഇനി അത് പറ്റില്ല, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞവരായിരുന്നോ കൂടുതൽ, അതോ നല്ല ഐഡിയ? അങ്ങനെ പറഞ്ഞവർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ എന്നാ പറഞ്ഞാൽ KFC, മാക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ ഹംഗ്രി ജാക്സ്, ഇത് ടോപ്പ് ബ്രാൻഡ്സ് നമ്മളതേ കണ്ടിട്ടുള്ളൂ. അതാണ് മെയിൻ ഇതായിട്ടുള്ള. ആരും ഇന്ത്യൻ ഡ്രൈവ് ത്രൂ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈവൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. പക്ഷേ നമുക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ലിമിറ്റേഷൻസ് ഉണ്ട് അതിനകത്ത്. നമ്മൾ ഒന്നും ഫ്രോസൺ ഫുഡല്ല കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫുഡിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, ടൈം ഫാക്ടർ ഉണ്ട്. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഡു ഇറ്റ് ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ്. അപ്പം അതിൽ ഇങ്ങനെ കസ്റ്റമേഴ്സ് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു റിയാക്ഷൻ? ഇപ്പം ഈ ഡ്രൈവ് ത്രൂ ഫെസിലിറ്റി ഇപ്പം ഉള്ളതിനകത്ത് ആൾക്കാർ പല രീതിയിലും എടുക്കുന്നുണ്ട്. ബീയിങ് ആൻ ഇന്ത്യൻ ഫുഡ്, ആൾക്കാർ സ്റ്റിൽ ഓവർ ദി ഫോൺ ടേക്ക് ഔട്ട് ഓർഡേഴ്സ് നമുക്ക് ഓവർ ദി ഫോൺ തരും. And they do use the drive-through facility as well, so that they don't have to come down and get into the restaurant and pay anything. They can pay over the phone. I mean, നമുക്ക് തന്നെ നമ്മുടെ വെബ്സൈറ്റുകളുണ്ട്, അതിനകത്ത് ഓർഡർ ചെയ്തിട്ട് അതിനകത്ത് പേ ചെയ്ത് വെച്ച് അവർക്ക് ജസ്റ്റ് they can collect through the drive-through as well. പക്ഷേ സ്റ്റിൽ നമ്മൾ കംപ്ലീറ്റ്ലി എൻറ്റയർ മെനു ഒന്നുമല്ല നമ്മൾ ഡ്രൈവ് ത്രൂ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ KFCയിലോ മാക്ഡൊണാൾഡ്സിലോ പോയി കഴിഞ്ഞാൽ യു ഹാവ് ലിമിറ്റേഷൻസ് ലൈക്ക് ടൈമിൻ്റെ കാര്യത്തിലാണ്, മെനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സിനെ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മെനു ആണ്. അത്രയൊന്നും നമുക്ക് ഡ്രൈവ് ത്രൂ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്നാ പറഞ്ഞത്, ഇവിടെ ഇപ്പം ഓസ്ട്രേലിയയിൽ എന്നാ പറഞ്ഞത് മോസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ഡ്രൈവ് ത്രൂ വെച്ചിട്ടുള്ളൂ. ആൻഡ് വി ഓൾവേസ് എന്നാ പറയുന്നത് റെഡി ടു ഗോ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ബട്ട് എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെയാണ്, നത്തിങ് ഫ്രോസൺ. അപ്പം അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ, അതായത് എല്ലാം കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ വന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ചെയ്യാറുമുണ്ട്. ഇപ്പം ഈവൻ ദോ നമ്മുടെ ആ മെനുവിൽ ഇല്ലാത്ത സാധനം പോലും അവർ ഡ്രൈവ് ത്രൂ വന്നിട്ട് ചോദിക്കും, എനിക്കത് തരാമോ, ഇത് തരാമോ എന്ന്.
ബട്ട് എന്നാ പറയുക, ചില സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ പറയുന്നോ, നമ്മൾ അന്നേരം പറയും, ഒന്നില്ലെങ്കിൽ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് വരാൻ പറയും. അപ്പം ചേട്ടൻ്റെ ഈ ഒരു ഐഡിയയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇനിയും ഫ്യൂച്ചറിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഡ്രൈവ് ത്രൂ തുടങ്ങണം എന്ന് ചേട്ടൻ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഒരു അറിവിൽ ഒരാൾ ഒരു നോർത്ത് ഇന്ത്യൻസ് ദേ ഓൾറെഡി പ്ലാനിങ് ഇറ്റ്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് അതിനകത്ത് എന്നാ ബട്ട് ആൾക്കാർ വരണം, അതെ, മോർ എന്നാ പറയുന്നത് പീപ്പിൾ ഷുഡ് ഗെറ്റ് ഇൻ ടു ദിസ് തിങ്. അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ ആൾക്കാർ ഇത് എക്സ്പീരിയൻസ് ആവുള്ളൂ. എനിക്ക് തന്നെ എല്ലായിടത്തും പോയിട്ട് തുടങ്ങിയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. റണ്ണിങ് എ റെസ്റ്റോറൻറ്റ് ഇറ്റ്സെൽഫ് ഇസ് നോട്ട് എൻ ഈസി ജോബ്. അപ്പം മോർ ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേക്കും എന്നാ പറയുന്നത് കുറച്ചുകൂടെ ആൾക്കാർ എന്നാ പറയുന്നത് റിലേറ്റബിൾ ആവും, ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങും. ഇപ്പം ചേട്ടൻ ഇപ്പം പുറകോട്ട് നോക്കുമ്പോൾ, പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഈ ബിസിനസ്, ഫുഡ്, റെസ്റ്റോറൻറ്റ്, ഈ ഒരു ഡിസിഷനുകളിലെല്ലാം ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഡ്രൈവ് ത്രൂ ആണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്തതിൽ കരീൻ ഹറിയ ഒരു ബ്രാൻഡ്, ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് തിങ്. പക്ഷേ എന്നാ ഇപ്പം എനിക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഒരു കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റുഡൻറ്റ് ഇൻടേക്ക് കൂടി. And they love to spend and they love to enjoy the food as well. So I'm getting a good support from the students as well. I'm happy with the response as well. അപ്പം ചേട്ടൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ചേട്ടൻ പലർക്കും ഫുഡ് കൊടുത്ത് പലർക്കും ഹാപ്പിനെസ് വരുത്തുന്ന ഒരാളാണ്. ചേട്ടൻ സ്വന്തമായിട്ട് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കംഫർട്ട് ഫുഡ് ഏതായിരിക്കും? ബീഫ് വലത്തും പൊറോട്ടയും. അതല്ലാതെ വേറെ വലിയ കോമ്പിനേഷൻസ് ഇല്ല? അല്ലെങ്കിൽ കപ്പ ബിരിയാണി. ചേട്ടാ, മുന്നേ കോമ്പറ്റീഷൻ, അതായത് ചേട്ടൻ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കി ഇപ്പോഴത്തെ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ആയിട്ട് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ള ഇവിടെ കുറേ ആൾക്കാർ പല മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻ, വിഷു, ഓണം, ഇല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷൻ വരുമ്പം പല മെസ്സേജുകളും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഫുഡ്, ഹോം മെയ്ഡ് ഫുഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ചേട്ടൻ അതൊരു കോമ്പറ്റീഷനായിട്ട് മാറാറുണ്ടോ? കോമ്പറ്റീഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ തന്നെയാണ്, ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം എന്നെക്കാളും കുറച്ച് അവർക്ക് റേറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. കാരണം അവർക്കൊരു ഓവർ ഹെഡ് ഇല്ല. ഞാനൊരു പ്ലേസ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ലീസ്റ്റിന് റൺ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഓവർ ഹെഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. സംബഡി ഈസ് കുക്കിംഗ് ഫ്രം ദ ഫ്രം ബാക്ക് ഫ്രം ഹോം, അല്ലെങ്കിൽ എന്നാ ബിഹൈൻഡ് ഹോമിലോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് പോലും അത് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. അവർക്ക് റെൻറ്റോ, ഔട്ട് ഗോയിങ്സ്, അങ്ങനെയുള്ള ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് എക്സ്പെൻസിന് വരുമ്പോഴത്തേക്കും സേഫ്റ്റി, ഹൈജീൻ, അത് ആൾക്കാർ ചിന്തിക്കേണ്ടതാണ്. കാരണം അവിടെ ഒരു കൗൺസിൽ ഇൻസ്പെക്ഷനൊന്നും അവിടെ ഉണ്ടാകാറില്ല. പക്ഷെ അത് ആൾക്കാരുടെ ചോയ്സ് ആട്ടോ. ഞാൻ അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ആൾക്കാരുടെ ചോയ്സാണ്, കംപ്ലീറ്റ്ലി ആൾക്കാരുടെ ചോയ്സാണ് അതൊക്കെ. പക്ഷേ വെൻ വി കം ടു എ റെസ്റ്റോറൻറ്റ് നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്, നമുക്ക് എന്നാ പറഞ്ഞത് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഫുഡ് സേഫ്റ്റി ആണെങ്കിലും ഹൈജീൻ ആണെങ്കിലും നമുക്ക് എന്നാ പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കൗൺസിൽ ഇൻസ്പെക്ഷൻസ് ഉണ്ട്. നമുക്ക് കരീനറി 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു കിച്ചൺ തന്നെയാണ്. അപ്പം അത് കൗൺസിലിംഗ് ഇൻസ്പെക്ഷൻ വന്ന് അവർക്കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നതോ, അല്ലാതെ ചുമ്മാ നമ്മൾ അടിച്ചടിച്ച് വെക്കാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. അപ്പം അത് നമുക്ക് ചലഞ്ച് ആണോ വെച്ചാൽ ചലഞ്ചസ് ഉണ്ട്, കോമ്പറ്റീഷൻ ആണത്. കാരണം എനിക്ക് അവരുടെ പ്രൈസ് ഒന്നും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചേട്ടൻ ആ ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ വേണ്ടി എന്നാ പറഞ്ഞത് ഇപ്പം എന്നാ പറയുന്നത് ഒരു അത് നമ്മൾ എന്നാ പബ്ലിക്കാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അങ്ങനെയല്ല ചേട്ടൻ ഇപ്പം സംബഡി സ്റ്റാർട്ടിങ് ഡൂയിങ് എ ബിസിനസ് ഫ്രം ദി ബാക്ക് ഫ്രം ഹോം, അല്ലെങ്കിൽ എന്നാ പറഞ്ഞത് അവരുടെ വീട്ടിൽ നിന്നൊരു അല്ലെങ്കിൽ ഒരു ഗ്യാരേജിൽ നിന്നൊരു ഓപ്പറേഷൻ ചെയ്യുന്നവർ, അവർ ഇന്നലെ നാളെ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോഴത്തേക്കും ദേ ഫീൽ ദ സെയിം തിങ്. എനിക്ക് ഉണ്ടാകുന്ന അതേ ഫീലായിരിക്കും അവർക്കും അന്നേരം ഉണ്ടാകുന്നത്. അവർക്കും ഇന്നിപ്പോൾ ഒരാളാണെങ്കിൽ നാളെ വേറൊരാൾ വരും. ആൾക്കാരുടെ അപ്പോൾ ആൾക്കാരുടെ ചോയ്സാണ്. ഞാൻ അതിനകത്തൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല. ചേട്ടൻ മുമ്പ് സ്റ്റുഡൻസ് ആണ് സപ്പോർട്ടേഴ്സ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ചേട്ടനും സ്റ്റുഡൻസും തമ്മിലൊരു കണക്ഷൻ, ഞാൻ ഉൾപ്പെടെ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് വരുമ്പം ആ ഒരു ഫ്രീഡം അവിടെ ഉണ്ടായിരുന്നു. കട വന്ന് ഇന്ന് ചേട്ടനില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്കത് വേറെ കടകളിലൊന്നും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ സ്റ്റുഡൻസ് ആയിട്ട് ബിൽഡ് ചെയ്തെടുത്തത്? ആ ഫ്രീഡം ഇന്നും ഇല്ലേ? ഇന്നും ഉണ്ട്, അത് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ആ ഫ്രീഡം എന്നും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും. അവരുടെ ഒരു കൈൻഡ് ഓഫ് ലവ് മീൻസ് റെസ്റ്റോറൻറ്റോടും എന്നോടും അവരുടെ കൈൻഡ് ഓഫ് ലവ് ഒരു ഫുഡിനോടുള്ളതും ഞാനത് മാക്സിമം എന്നെക്കാൾ പറ്റുന്നിടത്തോളം ഞാനത് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അപ്പം അവരുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഇപ്പം എന്നാ പറഞ്ഞാൽ നമ്മൾ ഈ വീക്കെൻഡിൽ മീൽസ്, കേരള മീൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
അപ്പം വിച്ച് ഇസ് ഗോയിങ് വെരി ഗുഡ്. പിള്ളേരുടെ സപ്പോർട്ടും ഉണ്ട്, കൂടുതൽ ഫാമിലീസും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. ചേട്ടൻ അങ്ങനെ ഓവർ ദി ഇയർ നല്ല മാറ്റങ്ങൾ വന്ന അതായത് വരുമ്പോൾ എല്ലാവരും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ചേട്ടൻ ഉറപ്പായിട്ടും കാണുന്നതാണ്. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് അവർ പഠിക്കുന്നു, അവർക്ക് ജോലിയാവുന്നു, അവരുടെ സ്വന്തം ജീവിതത്തിൽ വളരുന്നു, ആ ഒരു മൊമെൻ്റ് ഒക്കെ കാണുമ്പോൾ ചേട്ടൻ എന്താ സന്തോഷം? ഉറപ്പായിട്ടും സന്തോഷമാണ്. ആ ഒരു മൊമെന്റിൽ ചേട്ടൻ എന്താ തോന്നുക? സന്തോഷം തന്നെ എപ്പോഴും. കാരണം എൻ്റെ കിച്ചൺ ഹാൻഡായിട്ട് വർക്ക് ചെയ്തതും അത് കഴിഞ്ഞിട്ട് പഠിത്തം കംപ്ലീറ്റായി, ഫാമിലിയായി, കൊച്ചായി, അവരുടെ ഓരോ ഇവൻ്റ് പോലും ഞാൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇന്നും എന്നാ പറഞ്ഞ ചില ഫാമിലീസ് വരുമ്പോഴത്തേക്കും പിള്ളേരോട് പറയും, ഇത് അങ്കിളാണ് എന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ചേട്ടനാണ് നിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ചെയ്തത്. എനിക്കത് കേൾക്കുമ്പോഴും സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ എന്നാ പറഞ്ഞ അതൊരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പനും അമ്മയും കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം കൊച്ചിന് ഒരു 6-7 വയസ്സ് ആയിട്ടുണ്ടാവും, ഇത് ഈ അങ്കിളാണ് ബർത്ത്ഡേ, നിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ചെയ്തത്, അല്ലെങ്കിൽ ഇവരുടെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ചെയ്തതെന്നൊക്കെ. അപ്പം ചേട്ടൻ ഈ ഷെഫിൻ്റെ കോഴ്സ് പഠിക്കാൻ അപ്പം നാട്ടിൽ നിന്ന് പലരും പല കോഴ്സുകൾ, മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ആകെ കേട്ടിട്ടുള്ള കുറച്ച് കോഴ്സുകളായിരിക്കുമല്ലോ പഠിക്കാൻ വരുന്നത്. അപ്പം അതിൽ ഈ നാട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റും ഷെഫിൻ്റെ കോഴ്സും ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചിലപ്പോൾ ഒന്ന് പുറകോട്ട് നിൽക്കും, ഇവിടുത്തെ സാധ്യതകൾ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട്. കാരണം അത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവരോട് ഇവിടെ ഇങ്ങനെ പഠിക്കാൻ വരുന്നതിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയും ചേട്ടൻ എന്താ പറയാനുള്ളത്? അല്ലേ, നമുക്ക് തന്നെ അറിയാം, നാട്ടിൽ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് ഈ ഒരു കുക്കറി കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് 3 or 4 ആരും വരാറില്ല. എല്ലാവരും ഒരു ബാച്ചിലർ കോഴ്സും. കാരണം നാട്ടിലുള്ള ഏജൻസ് ആണെങ്കിലും പറയുന്നത് തന്നെ പറഞ്ഞാൽ നമുക്ക് അവർക്ക് വിസ ഉറപ്പായിട്ട് കിട്ടുന്ന, സ്റ്റുഡൻറ്റ് വിസ കിട്ടുന്ന കോഴ്സുകളെ അവരും സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ സജസ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പം ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ആ കോഴ്സ് പെർഫോം ചെയ്യാൻ പറ്റാവുന്നതുകൊണ്ട് വേറെ കോഴ്സുകളിലായിട്ട് പോയിട്ടുണ്ട്. പിന്നെ PR കിട്ടുന്ന കോഴ്സുകളിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് ക്രൈറ്റീരിയൽസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ദർ വാസ് എ ടൈം ഈസിലി സ്വിച്ച് ഓവർ ചെയ്യായിരുന്നു. ഇഷ്ടമുള്ള കോഴ്സിലോട്ട് പോയിട്ട് PR നോക്കുമല്ലോ, അതും ഒബ്വിയസ്ലി അത് നമ്മൾ ആദ്യം ചിന്തിക്കുള്ളൂ, PR കൂടെ വേണമല്ലോ. അപ്പം അങ്ങനെയുള്ള കോഴ്സിൽ ഇഷ്ടംപോലെ ആൾക്കാർ സ്വിച്ച് ഓവർ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇപ്പം ആ ഒരു സ്വിച്ചിങ് നടക്കണില്ല, നോട്ട് ദാറ്റ് ഈസി. പക്ഷേ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ചെയ്തോണ്ട് ഒരു തെറ്റുമില്ല. അപ്പം ചേട്ടൻ ഇപ്പോൾ മോർ ദാൻ 10 years ആയി ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നു. അപ്പോൾ 10 years ബാക്ക് ആൻഡ് ഇപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വന്നിട്ടുള്ളത്? കോമ്പറ്റീഷൻ അപ്പം ഈ പണ്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഇന്ന് പോപ്പുലേഷനും കൂടിയിട്ടുണ്ട്. അഡ്ലേറ്റിൽ ഇഷ്ടംപോലെ എന്നാ പറഞ്ഞത്, ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റുഡൻസിൻ്റെ ഇൻടേക്ക് ആണെങ്കിൽ പോലും ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇപ്പം റെമിനാണെന്ന് നോക്കിയാൽ ഇപ്പോൾ വന്നിട്ട് ഇത്ര നാളുകളുടെ എന്തുമാത്രം മലയാളി സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് അത്രയും മലയാളി സ്റ്റുഡൻസ് ഒന്നും ഇല്ലായിരുന്നു, അറിയോ. അപ്പം എന്നാ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ഇൻടേക്ക് കേരളത്തിലെ പിള്ളേർ ഇഷ്ടം പോലെ അല്ലേ. ചേട്ടൻ്റെ എനിക്ക് തോന്നുന്നു കട മൊത്തം മലയാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദിവസമുണ്ട്. ഓക്കെ, ചേട്ടന് എന്തൊരു അഡ്വൈസ് ആയിരിക്കും കൊടുക്കാനുണ്ടാവുക ആൾക്കാർ ഇനിയിപ്പം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് പാഷനായിട്ടുള്ളവർക്ക് തുടങ്ങാൻ പല ഡ്രോബാക്സും ഇങ്ങനെ വലിക്കുന്നുണ്ടാവും അവരെ. അപ്പം ചേട്ടൻ ഇങ്ങനെ ഇത്ര നാളായിട്ട് ഇതിൽ നിൽക്കുന്നു, ചേട്ടൻ എന്താ ഇനി അവരോട് പറയാനുണ്ടാവുക? നല്ലൊരു ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടേ തുടങ്ങാവുള്ളൂ. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലൊക്കേഷൻ. അതെ, നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കണം. ഫുട്ഫോൾ ഉണ്ടാകുന്നൊരു ഏരിയ ആയിരിക്കണം. നമുക്ക് അഡിലേഡിൽ ചില ഏരിയാസ് ഉണ്ടാവുള്ളൂ. അല്ലെ പിന്നെ നമ്മുടെ ഫുഡ് അത്രയ്ക്കും ടോപ്പ് നോച്ചിലായിരിക്കണം. എന്നാൽ പിന്നെയുള്ള ആൾക്കാർ അത് ഓക്കെ, ഡസൻറ്റ് മാറ്റർ ഹൗ ലോങ് വി ഹാവ് ടു ട്രൈ, വി വിൽ ട്രൈ ആൻഡ് ഗോ ദേർ. അങ്ങനെയൊരു സംഭവം അത്ര, അല്ലെങ്കിൽ അതുപോലെ ഇതുണ്ടാവണം. പക്ഷേ ഫുട്ഫോൾ ഉള്ളിടത്തും അല്ലെങ്കിൽ തന്നെ ഒരു ക്രൗഡഡ് ഏരിയയിലോ അല്ലെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു ഡു എ ബിസിനസ്. ഇപ്പോൾ ചേട്ടൻ ഫുട്ഫോളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ചേട്ടൻ്റെ കറിയൻ ഹറി ആണെങ്കിൽ പോലും ഒരു ഡോമിനൻറ്റ് സൗത്ത് ഇന്ത്യൻ ഇല്ലെങ്കിൽ ഡോമിനൻറ്റ് നോർത്ത് ഇന്ത്യൻ എന്നൊരു സെക്ഷൻ ഇല്ല. ഒരു മലയാളി റെസ്റ്റോറൻറ്റ് അങ്ങനെ ഒരു കട തുടങ്ങുന്നതിനെ പറ്റി അതിൽ കോൺഫിഡൻ്റ് അല്ല. ഇപ്പോൾ കോൺഫിഡൻ്റ് ആണോ? ഇപ്പം ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മലയാളി റെസ്റ്റോറൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് മലബാർ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു
ഒരു ഫേം അല്ല ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. ഐ വാസ് ഗെറ്റിംഗ് എ ഗുഡ് സപ്പോർട്ട്. പക്ഷേ അത് പോരാ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അതിൽ നിന്ന് ഞാൻ കാരണം ഞാനൊരു സൗത്ത് ഇന്ത്യൻ ആയിട്ട് മാത്രം ലേബിൾ ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിൻ്റെ ടോട്ടലി വെൻ വി ടോക്ക് അബൌട്ട് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് അതിൻ്റെ ഒരു ഫുട്ഫോളിൽ എനിക്ക് അവിടെ ഒരു ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് നിൽക്കാതെ വേറൊരു പേരിൽ. പക്ഷേ അഗെയിൻ കറിയൻ ഹരി ഡസൻ സേ ദാറ്റ് ഇറ്റ്സ് എ സൗത്ത് ഇന്ത്യൻ കുസിൻ. പക്ഷേ കറിയൻ ഹരിയുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവ് ത്രൂ ഒരു കൺസെപ്റ്റ് ആയിരുന്നു മെയിനായിട്ട്. ഇനിയും ഇപ്പം എന്തായാലും ചേട്ടൻ ഇങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടി, ചേട്ടൻ്റെ കസ്റ്റമേഴ്സിൽ കൂടുതലും നമ്മുടെ മലയാളികൾ ആണ്. ചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടോ, എനിക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഒരു മലയാളി ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫോക്കസ്ഡ് തുടങ്ങണം? ടു ആൻ എക്സ്റ്റെന്റ് എനിക്കുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ഒരു ഇപ്പം അതുപോലെ സക്സസ് ആകാനും സാധ്യതയുണ്ട്. കാരണം മലയാളി പോപ്പുലേഷൻ അതുപോലെ കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു എന്നാ പറഞ്ഞ ഒരു ഹോപ്പുണ്ട്. അങ്ങനെ ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ഗുഡ് സക്സസ്. ഇപ്പം ബ്രിസ്ബെയിനിലും മെൽബണിലൊക്കെ ഇഷ്ടംപോലെ മലയാളി റെസ്റ്റോറൻറ്റുകൾ മലയാളി പേരിൽ തന്നെ ചെയ്യുന്നവരുണ്ടല്ലോ. ആൻഡ് ദേ ആർ ഡൂയിങ് ഗുഡ് ആസ് വെൽ. ഓക്കെ. ഞാൻ ചേട്ടൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഉറപ്പായിട്ടും. അതിൽ നിന്ന് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. എന്താണ് ചേട്ടൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഈ ഒരു 10 years ബാക്ക് തിരിഞ്ഞു നോക്കുമ്പം പ്രൗഡായിട്ട് ഞാനിത് ഈ ഒരു അച്ചീവ്മെൻറ്റിനെ കാണുന്നു എന്ന് പറയാൻ? ഒത്തിരി പേരുടെ സ്നേഹം സമ്പാദിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. അതാണ് ചേട്ടൻ. ശരിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ചേട്ടൻ കറിയാൻ ഹരി എന്ന് പറയും എന്നായിരുന്നു. കറിയാൻ ഹരി അറിയപ്പെടുന്നത് എൻ്റെ പേര് തന്നെയല്ലേ? അപ്പോൾ ഞാൻ കറിയാൻ ഹരി പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതില്ല. ഓക്കെ. നമ്മുടെ ഏകദേശം അവസാനം ഈ പോഡ്കാസ്റ്റിൻ്റെ എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഒത്തിരി ചോദ്യം ചോദിക്കാണ്ടോ? അല്ല, ചോദ്യമല്ല, ഒരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. ഓക്കെ. അപ്പം അതിന് എനിക്ക് ഫോൺ വേണം. ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കും. അതിൽ ചേട്ടന് തിങ്ക് ചെയ്യാൻ സമയമില്ല, പെട്ടെന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, ആൻസർ പറയണം. ഞാൻ തുടങ്ങാൻ പോവാണ്. കേരള മീൽസ് ഓർ ബിരിയാണി? ബിരിയാണി. ഓക്കെ, ഗുഡ്. ടീ ഓർ കോഫി? കോഫി. ഫിഷ് കറി ഓർ ബീഫ് കറി? ബീഫ്. ഡൈൻ ഇൻ ഓർ ഡ്രൈവ് ത്രൂ? ഡ്രൈവ് ത്രൂ. ഫേവറേറ്റ് കേരള ഡെസ്റ്റിനേഷൻ? വയനാട്. ഫേവറേറ്റ് കംഫർട്ട് ഫുഡ്? ബീഫും പൊറോട്ടയും. നേരത്തെ ഞാൻ ചോദിച്ചു വെച്ചോണ്ട് പഠിച്ചു വെച്ചു. മോസ്റ്റ് അണ്ടർ റേറ്റഡ് കേരള ഡിഷ്? എൻ്റെ കാഴ്ചപ്പാടിൽ എന്നാ പറഞ്ഞ ആൾക്കാർ ഞാൻ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് ഈ അലുവയും മത്തിക്കറി എന്നൊക്കെ ആൾക്കാരെ പറഞ്ഞിട്ടില്ല. വിട്ടും ടോട്ടലി ഒരു കോമ്പിനേഷൻ ഇല്ലാതെ എനിക്ക് അലുവയും മത്തിക്കറിയും കേട്ടിട്ടില്ല. മധുരവും എരിവും. ഓക്കെ. ഫേവറേറ്റ് ഫെസ്റ്റിവൽ? തിങ്ക് ചെയ്യാൻ സമയമില്ല കേട്ടോ. ഫേവറേറ്റ് ഫെസ്റ്റിവൽ പാസ്സാക്കുവാണ്. ഇല്ല, ഫേവറേറ്റ് ഫെസ്റ്റിവൽ ഉണ്ട്. ഉത്സവം. ചേട്ടൻ ഉത്സവങ്ങൾ കൂടുതൽ കൂടാൻ? ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഉത്സവം കൂടിയിട്ട് വന്നു. 3 ദിവസം പോയി. ഓക്കെ. ഫേവറേറ്റ് മൂവി? 1 2 3 4? അങ്ങനെ ഫേവറേറ്റ് മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരെണ്ണം ചോദ്യത്തിന് വേണ്ടി. തൂവാനത്തുമ്പികൾ. നീ കേട്ടിട്ടില്ലേ? അപ്പണം ഞാൻ ജനിക്കുന്നതിന് മുന്നേ ആയിരിക്കും ചേട്ടാ. ഞാൻ കേട്ടിട്ടില്ല, എന്നോട് ക്ഷമിക്കണം. ജയകൃഷ്ണനും ക്ലാരയും കേട്ടിട്ടില്ലേ? ആരെയാ? ജയകൃഷ്ണനും ക്ലാരയും. ഇല്ല, എനിക്ക് മമ്മൂട്ടി മോഹൻലാലും അറിയുള്ളൂ. മോഹൻലാല് ജയകൃഷ്ണനായിട്ട് അഭിനയിച്ചൊരു പടമുണ്ട്. സോറി ഏട്ടാ, എനിക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നു. ഫേവറേറ്റ് ആക്ടർ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ലേ? ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടമാണ്, മോഹൻലാലിനെ ഇഷ്ടമാണ്. ഫഹദ് ഫാസിൽ ഇഷ്ടമാണ്. കാരണം അവൻ ചെയ്യുന്ന റോളുകൾ അങ്ങനെയാണ്. ചേട്ടൻ്റെ ഡ്രീം ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ? സ്വിറ്റ്സർലൻഡ്. വൺ തിങ് യു കാൻറ്റ് ലീവ് വിത്തൗട്ട്? ചേട്ടാ ഇത് റാപ്പിഡ് ഫയർ ആണ്, പെട്ടെന്ന്. ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഏത് കാര്യം വേണമെന്ന്. മോർണിംഗ് കോഫി. ഓക്കെ. ബിഗ്ഗസ്റ്റ് ഫിയർ ആസ് എ ബിസിനസ് ഓണർ? പെട്ടെന്ന്. ഒത്തിരി ഫിയർ ഉണ്ടടി ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി ഇൻ ഓസ്ട്രേലിയ ചെയ്യണമെങ്കിൽ ഒത്തിരി ഫിയർ ഉണ്ട്. ഒന്നായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം ചെയ്യുന്നത് അക്കൗണ്ട്സ്, ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് ത്രൂ ആണ്. അപ്പം നമുക്ക് എന്നാ പറഞ്ഞാൽ ATO ഉണ്ട്,
ഒത്തിരി ഒത്തിരി ഘടകങ്ങളുണ്ട്. അത് നമുക്ക് ഒന്നായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്ന് ഒരൊറ്റ പേര് എടുക്കാൻ എന്നാലും ഒന്ന് ചോദിച്ചാൽ. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഫിനാൻഷ്യൽ ക്രൈസിസ്. കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് എനിക്കുണ്ടായ മാത്രം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ടോട്ടലി ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ഇപ്പം റീസെൻ്റ്ലി തന്നെ നടക്കുന്ന സംഭവത്തിൽ ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിനെ. അടുത്ത ലാസ്റ്റത്തെ ഒരു ഇതാ, 1 word to describe Karayan Hari. ഒറ്റ വാക്കി പറയണം. ഇറ്റ്സ് എ ഫേവറേറ്റ് പ്ലേസ്, പീപ്പിൾസ് ഫേവറേറ്റ് പ്ലേസ്. ഓക്കെ, അല്ലേ? ആരുടെ? ചേട്ടൻ 1 word in Karayan Hari. എൻ്റെ ആണോ അല്ലെങ്കിൽ ആൾക്കാരുടെ ആണോ? അല്ല, ചേട്ടൻ ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം Karayan Hari. ഒറ്റ വാക്ക്. റാപ്പിഡ് ഫയർ ആയ ഞാനത് സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ നിർത്തി കട്ട് ചെയ്തോ. ഞാനത് സമ്മതിക്കില്ല. അത് വേണ്ട, ആ ചോദ്യം വേണ്ടേ? അങ്ങനെ പറയില്ല, ഞാൻ ചോദിച്ചു, ഇനി എനിക്ക് ഉത്തരം വേണം. ഇല്ല പോട്ടെ. ഫേവറേറ്റ് പ്ലേസ്, ഞാനപ്പോൾ അതൊരു ഉത്തരമായിട്ട് എടുക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് സെൻറ്റൻസുകളുടെ സ്റ്റാർട്ടിങ് ഇട്ട് തരും, ചേട്ടൻ അതിനെ ഫിനിഷ് ചെയ്യണം. ചേട്ടൻ എന്താണോ അതിൽ തോന്നുന്നത് അത് ചേട്ടൻ ഫിനിഷ് ചെയ്ത് തരണം. അപ്പം ആദ്യത്തേത്, സക്സസ് ടു യു ഡാഷ്. Karayan Hari. ഓക്കെ, കേരള ഫുഡ് ഈസ് ഡാഷ്. Most enjoyable food. ഓക്കെ, ഓസ്ട്രേലിയ ഈസ് ഡാഷ്. It's a good place to live. Good place to live. Home means dash. Kerala. Home means Kerala. Okay. Students are. നല്ലത് പറയണേ, തിരിച്ചു പോകാനുള്ള. സ്റ്റുഡൻസ് ആർ ഡാഷ്. അതൊന്നും സ്നേഹം മാത്രമാണ്. ഓക്കെ, മൈ ബിഗ്ഗസ്റ്റ് ലെസൺ ഇസ് ഡാഷ്. എൻ്റെ ബിഗ്ഗസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷുഡ് തിങ്ക് വെരി ഡീപ്ലി ബിഫോർ യു സ്റ്റാർട്ട് എനിത്തിങ്. എസ്പെഷ്യലി ഞാനിപ്പോൾ ഒരു കരിയർ ആണെങ്കിൽ പോലും പേഴ്സണൽ ലൈഫ് ആണെങ്കിൽ പോലും ഒന്നും എടുത്ത് ചാടി ചെയ്യാൻ പാടില്ല. കാരണം പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ചേട്ടാ, നമ്മുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേട്ടൻ്റെ ജീവിതം എനിക്ക് കുറേ ചോദിക്കാനുണ്ട്, പക്ഷെ ടൈമിൻ്റെ ലിമിറ്റേഷൻ കാരണം ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണ്. ഇടയ്ക്ക് Karayan Hari വരുമ്പോൾ ചോദിച്ചാൽ അതെ, എല്ലാവരും ഉറപ്പായിട്ടും Karayan Hariയുടെ ഇടയ്ക്ക് പോകണം. ബൈജു ചേട്ടൻ അവിടെ ഉണ്ടാവും. ബൈജു ചേട്ടൻ്റെ സ്നേഹം ഫുഡിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇനിയും ലഭിക്കുന്നതായിരിക്കും. നോട്ട് ദ പോയിന്റ്. അപ്പം ചേട്ടാ, താങ്ക് യു ഫോർ യുവർ ടൈം. ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഈ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടി ചേട്ടൻ തന്നതിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും ഈ പോഡ്കാസ്റ്റ് കാണുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ബൈ. താങ്ക് യു.